ഞങ്ങളുടെ വീട്ടില് നാളികേരം പൊളിക്കാറ് പൊതുവെ അമ്മ നമ്മുടെ മടാള് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സാധനം വാങ്ങി. ഈ ഒരു സാധനത്തിൽ നാളികേരം പൊളിക്കാൻ എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് എൻ്റെ ഭർത്താവാണ് കേട്ടോ. അമ്മയുടെ പൊളിക്കൽ കാരണം അതിൻ്റെ അടിയൊക്കെ പൊട്ടിപ്പോയിട്ടോ. അത്രയും ശക്തിയോട് കൂടിയിട്ട് ആക്കിയിട്ടാണ് നാളികേരം ഒന്നും പൊളിച്ചാൽ കിട്ടണില്ല. അമ്മ പഠിച്ചത് ഞങ്ങൾ വെക്കേഷന് പുറത്തു പോയായിരുന്നല്ലോ, ആ ടൈമിൽ അമ്മ തന്നെ പഠിച്ചു കേട്ടോ. കാരണം ഒരാൾ പൊളിക്കാൻ ഇല്ലാതായപ്പോൾ അമ്മ തന്നെ പഠിച്ചു. അല്ലെങ്കിൽ താങ്ങാൻ ആളുണ്ടെങ്കിലല്ലേ തളർച്ച ഉണ്ടാവുള്ളൂ എന്നോട് പറയണ പോലെയാണ് കേട്ടോ സംഭവം. എനിക്കിതിൽ ഇപ്പോഴും പൊളിക്കാൻ അറിയില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അതങ്ങോട്ട് കുത്തുമ്പോൾ എനിക്ക് പേടി, അവിടെ തന്നെ കയ്യിൽ കുത്തുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ ഇപ്പോഴും. ഇത്ര 30 വയസ്സായി എനിക്ക് ഇപ്പോഴും ഈ നാളികേരം പൊളിക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. അതൊരു അലങ്കാരമായി ഞാൻ കൊണ്ട് നടക്കുന്നില്ല. ഞാൻ പഠിക്കും, എന്തും നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. പക്ഷേ ഇതിൽ പൊളിക്കുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, പേടിയാണ്. പക്ഷേ ഞാൻ പഠിച്ചിരിക്കും കേട്ടോ. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ പേടികൾ വല്ലതും? അതുപോലെ തന്നെ നാളികേരം പൊളിച്ചു കഴിഞ്ഞാൽ അത് വെട്ടണമല്ലോ, അതിന് ഈ മടാൾ ഉപയോഗിച്ച് വെട്ടാൻ എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് എറിഞ്ഞു പൊട്ടിക്കാം. മടാൾ ഉപയോഗിച്ച് വെട്ടാനും എനിക്ക് പേടിയാവും, കാരണം കൈ പോകുമോ എന്നുള്ള പേടി കേട്ടോ. അമ്മ അങ്ങനെ സക്സസ്ഫുള്ളി ഒരു നാളികേരം പൊളിച്ചു കേട്ടോ. അതും നല്ല ബലമാണ് കേട്ടോ. ഇപ്പോഴത്തെ നാളികേരമൊക്കെ എന്താ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല കേട്ടോ, അങ്ങോട്ട് കിട്ടണില്ല. അപ്പം ഞാനൊന്ന് സഹായിക്കാൻ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഒന്ന് സഹായിക്കാൻ വെച്ചിട്ട് പിടിച്ച് വലിച്ചപ്പോൾ അമ്മ അങ്ങോട്ട് പോരുക കേട്ടോ ചെയ്തത്. അത്രയ്ക്ക് ശക്തിയാണ് എനിക്ക് ഉണ്ടോ. ഞാൻ പിടിച്ച് വലിക്കുമ്പോൾ അമ്മയാണ് എൻ്റെ കൂടെ പോരുന്നത് കേട്ടോ. അപ്പം അമ്മയുടെ അമ്മയുടെ നാളികേര പൊളിക്കലിൽ ഞങ്ങളുടെ ആ നാളികേരം പൊളിക്കുന്ന സാധനം കേട് വന്നു കേട്ടോ. അതിൻ്റെ അടിയൊക്കെ പൊട്ടിപ്പോയി. എന്താ ചെയ്യാന്നറിയില്ല, പുതിയതൊന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കുണ്ടോ അങ്ങനെ നാളികേരം പൊളിക്കാൻ വല്ല അറിയാനും വല്ല ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഉപകാരപ്പെടും. അതുകൊണ്ടാണ് കേട്ടോ. അത്രയുള്ളൂ ഗൈസ്.